Good morning. നമുക്ക് തുടങ്ങിയാലോ? തേർഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ എല്ലാവരും അറ്റൻഡൻസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ കേട്ടോ. അറ്റൻഡൻസ് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് സബ്സോയിൽ എക്സ്പ്ലോറേഷൻ ആണ് എടുത്തിരുന്നത്. അപ്പോൾ അത് എന്തിനാണ് അത് ചെയ്യുന്നത്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിരുന്നു. ഈ സ്ലൈഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒബ്ജക്റ്റീവ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി സ്റ്റേജസ് ഇൻ സൈറ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 സ്റ്റേജസ് ആണുള്ളത്. സൈറ്റ് റെക്കഗ്നൈസൻസ്, പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇപ്പൊ സൈറ്റ് റെക്കഗ്നൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത് എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ജനറൽ ഐഡിയ അബൌട്ട് ദി ലാൻഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ പ്രിലിമിനറി സൈറ്റ് എക്സ്പ്ലോറേഷൻ ആണ് പറഞ്ഞത്. അതിനുശേഷം ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. ഇപ്പൊ വലിയ വലിയ വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് സൈറ്റ് എക്സ്പ്ലോറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ, ഓരോ ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനും എത്ര ഡെപ്ത് ഓഫ് എക്സ്പ്ലോറേഷൻ എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് നോക്കി. പിന്നെ എത്ര എക്സ്റ്റെൻഡിലാണ് കൊടുക്കേണ്ടതെന്ന് നോക്കി അല്ലെ. അപ്പൊ ചെറിയ ഏരിയ ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ സെന്ററിലെ പിറ്റ് മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, വലിയ ഏരിയ ആണ് 0.4 ഹെക്ടേഴ്സിന് മീതി ആണെങ്കിൽ 4 കോർണറിലും അതുപോലെ സെന്ററിലും വേണം. പിന്നെ മൾട്ടി സ്റ്റോറേജ് ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 4 കോർണറിന് പുറമെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നമ്മൾ പിറ്റ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത് എന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് എന്താ വെച്ചാല് സൈറ്റ് എക്സ്പ്ലോറേഷന് നമ്മൾ എന്ത് വർക്കാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ എത്രത്തോളം ഡീറ്റെയിൽസ് നമുക്ക് അവിടെ നിന്ന് കിട്ടണം അതിന് ഡിപ്പെൻഡ്. ഇപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടേണ്ടത് എന്തിനായിരിക്കും? വലിയ വലിയ വർക്കുകൾക്കായിരിക്കും അല്ലെ. ഒരു ലാൻഡിനെ പറ്റി അല്ലെങ്കിൽ ഒരു മണ്ണിനെ പറ്റി അതിന്റെ സ്ട്രാറ്റനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണം എന്നുള്ളത് വലിയ വലിയ വർക്കുകൾക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സൈറ്റ് എക്സ്പ്ലോറേഷൻ നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ. സെക്കൻഡ് വൺ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ. അപ്പൊ പേരിൽ നിന്ന് തന്നെ ഏകദേശം ധാരണ കിട്ടിക്കാണുന്നുണ്ടാവും. ജനറൽ ഓർ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ അത്ര മേജർ വർക്കുകൾക്കൊന്നും നമുക്ക് വേണ്ടി വരില്ല ജനറൽ ഓർ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതേസമയം ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മേജർ വർക്കുകൾക്കാണ് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ഓരോന്നിലും എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ജനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ് പിക്ചർ ഓഫ് സബ്സോയിൽ കണ്ടീഷൻ അറ്റ് ലോ കോസ്റ്റ്. ഒരുപാട് ചെലവൊന്നും ഇല്ലാതെ ഒരു സബ്സോയിൽ കണ്ടീഷനെ പറ്റി ഒരു അപ്രോക്സിമേറ്റ് ഏകദേശ ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. ഓക്കെ, വലിയ ചെലവോടുകൂടി ചെയ്യുകയാണെങ്കിൽ അത് ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ആയി മാറും. നമുക്ക് വലിയ ചെലവൊന്നുമില്ലാതെ ലോ കോസ്റ്റില് ഏകദേശ അപ്രോക്സിമേറ്റ് പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. For the design and execution of minor and routine engineering work, അതുപോലെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടുള്ള ചെറിയ ചെറിയ വർക്കുകൾക്കാണ് നമ്മൾ ജനറൽ അല്ലെങ്കിൽ പ്രിലിമിനറി എക്സ്പ്ലോറേഷൻ ചെയ്യുന്നത്. പറഞ്ഞ കാര്യം തന്നെയാണ്. Recommended on erratic soil profile where detailed exploration may prove very expensive. Erratic soil profiles-ല് ചില കേസുകളിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ വേണം, പക്ഷെ അത് വളരെ എക്സ്പെൻസീവ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ജനറൽ എക്സ്പ്ലോറേഷൻ കൊടുക്കാറുണ്ട്. എക്സ്പ്ലോറേറ്ററി ബോറിംഗ്സ്, ഷാലോ ടെസ്റ്റ് പിറ്റ്സ്, സബ്സർഫസ് പെനട്രേഷൻ ആൻഡ് സൗണ്ടിങ്സ് ആൻഡ് ജിയോഫിസിക്കൽ മെത്തേഡ്സ്. അപ്പൊ ജനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ്
നമ്മൾ നോക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ബോറിങ് ചെയ്യുക, അതുപോലെ ഷാലോ പിറ്റ് ചെറിയ ചെറിയ കുഴികൾ എടുത്തിട്ട് അവിടുത്തെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക, സബ്സർഫസ് പെനട്രേഷൻ അത് എക്സ്പെരിമെന്റ് ഉണ്ട് നമുക്ക്, പിന്നെ സൗണ്ടിങ്സ്, അതുപോലെ ജിയോ ഫിസിക്കൽ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ജനറൽ എക്സ്പ്ലോറേഷൻ സാധാരണ ചെയ്യുന്നത്. ഇനി എക്സ്പ്ലോറേറ്ററി ബോറിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ജനറൽ എക്സ്പ്ലോറേഷനിൽ ചെയ്യാറുള്ളത് ഓഗർ ബോറിംഗ് ചെയ്യും, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ് ചെയ്യും, അല്ലെങ്കിൽ വാഷ് ബോറിംഗ് ചെയ്യും. ഇതൊക്കെ എന്താണ് നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എക്സ്പ്ലോറേറ്ററി ബോറിങ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഈ മെത്തേഡൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബോറിങ്സ് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ പിറ്റ്സ് ഉണ്ടാക്കി ആ പിറ്റ്സിൽ നിന്ന് സാമ്പിൾസ് കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ് ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യും. അതിന്റെ വാട്ടർ കണ്ടന്റ് എത്രയാണ്, ഡെൻസിറ്റി എത്രയാണ്, കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്, അൺകൺഫൈൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് എത്രയാണ്, ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ മണ്ണിൽ നിന്ന് നമ്മൾ ഈ പിറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന സാമ്പിൾ ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ജനറൽ എക്സ്പ്ലോറേഷനിൽ നിന്ന് കിട്ടുന്ന ധാരണകൾ അപ്രോക്സിമേറ്റ് പിക്ചർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ജനറൽ എക്സ്പ്ലോറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അറിയാം എന്നാണ് പറയുന്നത്. ഡെപ്ത്, എക്സ്റ്റെന്റ് ആൻഡ് കോമ്പോസിഷൻ ഓഫ് സോയിൽ സ്ട്രാറ്റ. അപ്പോൾ ഒരു സോയിൽ സ്ട്രാറ്റ എടുക്കുകയാണെങ്കിൽ അതിന് എത്രത്തോളം ഡെപ്തിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്താണ് കിടക്കുന്നത് എന്നതിനെ പറ്റി ചെറിയൊരു ധാരണ നമുക്ക് ജനറൽ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടണം. പിന്നെ ഡെപ്ത് ഓഫ് റോക്ക് വെൻ നെസസറി. ഇപ്പൊ റോക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എത്ര ഡെപ്തിലാണുള്ളത് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പിന്നെ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എവിടെയാണ് കിടക്കുന്നത്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. പിന്നെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് റിക്വയറിംഗ് ഡിസ്റ്റർബ്ഡ് ഓർ പാർട്ട്ലി ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ്. നമ്മുടെ സാമ്പിൾസിന്റെ ചിലത് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ചിലത് പാർഷ്യലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം. അപ്പൊ അത്തരം സാമ്പിൾസിന്റെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടീസ് നമുക്ക് ഇതിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ, ലാബിൽ കൊണ്ടുപോയി ലബോറട്ടറിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ സോയിൽ സാമ്പിളിനെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇത്തരം ഡീറ്റെയിൽസ് കിട്ടണം. പിന്നെ അപ്രോക്സിമേറ്റ് വാല്യൂസ് ഓഫ് സ്ട്രെങ്ത് ആൻഡ് കംപ്രസിബിലിറ്റി ഓഫ് സോയിൽ സ്ട്രാറ്റ. അപ്പോൾ സ്ട്രെങ്തിനെ പറ്റി അല്ലെങ്കിൽ കംപ്രസിബിലിറ്റിനെ പറ്റിയുള്ള ഒരു ധാരണ കിട്ടണം. ഈ പ്രിലിമിനറി സെലക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ ടൈപ്പ്. അപ്പൊ ജനറൽ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് കൊണ്ടുവരേണ്ടത് എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഒരു ജനറൽ എക്സ്പ്ലോറേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? ഇനി ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ആണ് എടുക്കുന്നതെങ്കിൽ, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജനറൽ എക്സ്പ്ലോറേഷൻ ഒരു സപ്ലിമെന്ററി ആയിട്ടാണ് ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനെ കാണുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് വലിയ വലിയ ഹെവി വർക്കുകൾക്ക്, മേജർ വർക്കുകൾക്ക്, എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക്, ഇപ്പോൾ ഹെവി ലോഡ് വരുന്ന സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയാ കോംപ്ലക്സ് പോലെയുള്ള അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഒക്കെ കൊടുക്കേണ്ട സിറ്റുവേഷനിലാണ് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പൊ ഇതെന്ന് വെച്ചാൽ സോയിൽ പ്രോപ്പർട്ടീസിനെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് ധാരണ, ഇപ്പോൾ ഷിയർ സ്ട്രെങ്ത്, കംപ്രസിബിലിറ്റി, ഡെൻസിറ്റി ഇൻഡെക്സ്, പെർമിയബിലിറ്റി, ഒന്നുകൂടെ ഡീപ്പായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എക്സ്പെരിമെന്റുകളാണ്. അതിന്റെ പെർമിയബിലിറ്റി കണ്ടുപിടിക്കുക, ഷിയർ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, കംപ്രസിബിലിറ്റി കണ്ടുപിടിക്കുക, അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ അൺഡിസ്റ്റർബ്ഡ് സാമ്പിൾ ഫീൽഡ് ടെസ്റ്റുകൾ നടത്തിയിട്ട് നമ്മൾ ഇത്തരം പ്രോപ്പർട്ടീസ് എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ ഫീൽഡ് ടെസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി, ബിയറിംഗ് കപ്പാസിറ്റി, ഷിയർ സ്ട്രെങ്ത്, പെർമിയബിലിറ്റി, പോർ പ്രഷർ, അതുപോലെയുള്ള ഡീറ്റെയിൽസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ജനറൽ എക്സ്പ്ലോറേഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു അപ്രോക്സിമേറ്റ് പിക്ചർ മാത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. എന്നാൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സോയിൽ സ്ട്രാറ്റയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടണം. മേജർ വർക്കിനാണ് നമ്മൾ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ യൂസ് ചെയ്യുന്നതെങ്കിൽ മൈനർ എഞ്ചിനീയറിംഗ് വർക്കുകൾക്ക് അല്ലെങ്കിൽ ജനറൽ റൂട്ടീൻ വർക്ക് എഞ്ചിനീയറിംഗ് വർക്കുകൾക്കാണ് നമ്മൾ ജനറൽ എക്സ്പ്ലോറേഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ എക്സ്പ്ലോറേഷനും ഉണ്ട്, അതുപോലെ ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷനും ഉണ്ട്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് മെത്തേഡ്സ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. സൈറ്റ് എക്സ്പ്ലോറേഷന്റെ ഒബ്ജക്റ്റീവ് എന്താണ്?
അതെങ്ങനെ ചെയ്യുന്നു, എക്സ്പ്ലോറേഷൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിറ്റ് എടുക്കുകയാണ് അല്ലെ, കുഴി എടുക്കുകയാണ്, മണ്ണിനെ മണ്ണിനെ ഏതൊക്കെ രീതിയിൽ എടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. മെത്തേഡ്സ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷൻ. സാധാരണയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സിൽ ഫസ്റ്റ് വൺ ആണ്, ഏറ്റവും ജനറൽ ആയിട്ട് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്ലോറേഷൻ ആണ് ഓപ്പൺ എക്സ്കവേഷൻ. ഓപ്പൺ എക്സ്കവേഷൻ. സെക്കൻഡ് വൺ ബോറിങ്സ്. നമ്മൾ നേരത്തെ ജനറൽ എക്സ്പ്ലോറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ബോറിങ്സ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ ബോറിങ്സാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ഓഗർ ബോറിംഗ് ഉണ്ടായിരുന്നു, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ് ഉണ്ടായിരുന്നു, വാഷ് ബോറിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബോറിംഗ്സ് മെത്തേഡ്സ് എല്ലാം ഇതിനകത്താണ് വരുന്നത്, ഈ ബോറിങ്സിനകത്താണ് വരുന്നത്. ഓക്കെ. ഇനി സബ്സർഫസ് സൗണ്ടിങ്സ് ആൻഡ് ജിയോഫിസിക്കൽ മെത്തേഡ്സ്. ഇത്രയാണ് നമ്മൾ സൈറ്റ് എക്സ്പ്ലോറേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്. ഓക്കെ, ഓർത്ത് വയ്ക്കുക. ഓപ്പൺ എക്സ്കവേഷൻ, ബോറിങ്സ്, സബ്സർഫസ് സൗണ്ടിങ്സ് ആൻഡ് ജിയോഫിസിക്കൽ മെത്തേഡ്സ്. ഇത്രയും മെത്തേഡ്സ് നമുക്ക് നോക്കാനുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ അതിലെ ഓപ്പൺ എക്സ്കവേഷനും ബോറിങ്സും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോ ഓപ്പൺ എക്സ്കവേഷൻ എന്താണ് നമുക്ക് നോക്കാം. ഓപ്പൺ എക്സ്കവേഷൻ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ്, അതുപോലെ ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അത് നെക്സ്റ്റ് സ്ലൈഡിൽ ഉണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഓപ്പൺ എക്സ്കവേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓപ്പൺ എക്സ്കവേഷൻ രണ്ട് രീതിയിൽ ചെയ്യാന്ന് പറഞ്ഞു. പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ് അറിയുന്ന കാര്യമാണ്. പിറ്റ് എടുക്കുക അല്ലെങ്കിൽ ട്രഞ്ച് കുഴിച്ചെടുക്കുക. അതിനകത്ത് എന്താ വരുന്നത് വെച്ചാല്, ഇത് പിറ്റ്സ് അല്ലെങ്കിൽ ട്രഞ്ച് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് സോയിലിന് നമുക്ക് ജനറൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സ്കവേഷൻ മെത്തേഡാണ്, എക്സ്പ്ലോറേഷൻ മെത്തേഡാണ് ടെസ്റ്റ് പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ് എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ ടൈപ്സ് ഓഫ് സോയിൽസ്. IS 4453/1967 recommends a clear working space of 1.2 meter and 1.2 meter by 1.2 meter at the bottom of the pit. ഇപ്പൊ പിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ പിറ്റ് എടുത്താൽ പോരാ. നമ്മുടെ IS കോഡ് പ്രകാരം, ഇവിടെ പറഞ്ഞിട്ടുള്ള IS കോഡ് പ്രകാരം നമ്മൾ അവിടെ കൊടുക്കേണ്ട ടെസ്റ്റ് പിറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 1.2 മീറ്റർ ബൈ 1.2 മീറ്റർ ആണ്. ഓക്കെ. അപ്പൊ ആ സൈസിലുള്ള പിറ്റ്സ് വേണം നമ്മൾ എടുക്കാനായിട്ട്. Soils can be inspected in their natural condition and samples disturbed or undisturbed can be conveniently taken. നമുക്ക് ഓപ്പൺ എക്സ്കവേഷനിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സോയിലിനെ നമുക്ക് നാച്ചുറൽ കണ്ടീഷനിൽ തന്നെ ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം സോയിലിനൊന്നും പറ്റുന്നില്ല അല്ലെ, എക്സ്ട്രാ നമ്മളൊന്ന് ആഡ് ചെയ്തിട്ടല്ല കുഴിച്ചെടുക്കുന്നത്. മണ്ണിന് നമുക്ക് നാച്ചുറൽ സ്റ്റേറ്റിൽ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് കൺവീനിയന്റ് ആയിട്ട് സാമ്പിൾസിനെ കളക്ട് ചെയ്യാനായിട്ട് പറ്റും ഇൻ കേസ് ഓഫ് ഓപ്പൺ എക്സ്കവേഷൻ. The cost of open excavation, however, increases rapidly with the depth. അപ്പോൾ ഇതിന്റെ ചെലവ് എന്ന് പറയുകയാണെങ്കിൽ ആസ് യൂഷ്വൽ എങ്ങനെയായിരിക്കും, ഡെപ്ത് കൂടുന്നതിനനുസരിച്ചായിരിക്കും അല്ലെ. IS കോഡ് പ്രകാരം ഒരു ക്ലിയർ വർക്കിംഗ് സ്പേസ് 1.2 മീറ്റർ ബൈ 1.2 മീറ്റർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഡെപ്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡെപ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? കോസ്റ്റും കൂടും. They are generally considered suitable for shallow depth without providing any lateral support. അപ്പോൾ ചെറിയ ചെറിയ ഡെപ്തിലേക്ക് ആണെങ്കിലാണ് നമുക്കത് സ്യൂട്ടബിൾ ആയിരിക്കുള്ളൂ. ഈ പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ് അല്ലെങ്കിൽ ഓപ്പൺ എക്സ്കവേഷൻ എന്ന് പറയുന്നത് ഒരു 3 മീറ്റർ ഡെപ്തിലൊക്കെ എടുക്കുമ്പോഴേ അത് സ്യൂട്ടബിൾ ആയിരിക്കുള്ളൂ. വിത്തൗട്ട് പ്രൊവൈഡിങ് എനി ലാറ്ററൽ സപ്പോർട്ട് എന്നാണ് പറയുന്നത്. ലാറ്ററൽ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ 3 മീറ്റർ വരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷാലോ ഡെപ്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്യൂട്ടബിൾ ആണ്. ഇനി 3 മീറ്റർ അല്ല 6 മീറ്റർ വരെ അല്ലെങ്കിൽ ഗ്രേറ്റർ ഡെപ്തിലേക്കാണ് പോകുന്നതെങ്കിൽ, അതുപോലെ വാട്ടർ ടേബിളിന്റെ താഴോട്ടും നമുക്ക് ഡെപ്ത് എടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് സാധാരണ പെർവിയസ് സോയിൽ അതുപോലെയുള്ള കേസ് ആണെങ്കിൽ നമ്മൾ ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കണം. എന്തെങ്കിലും ബ്രേസിംഗ്, ഷീറ്റിംഗ് സിസ്റ്റം ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ആ പിറ്റിന് ഒരു ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ വലിയ ഡെപ്തിൽ കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കേണ്ടി വരും, ഡെപ്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ. പിന്നെ
Deep pit should be properly ventilated to prevent accumulation of dead air. അതൊരു ഒരുപാട് ഡെപ്തിൽ നമ്മൾ പിറ്റ്സ് എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി വെന്റിലേഷൻ ചെയ്യണം. അപ്പൊ വർക്കിംഗ് സ്പേസ് അതിനകത്താണ് അല്ലെ, പിറ്റിനകത്താണ് വർക്കിംഗ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഡെപ്ത് കൂടുന്തോറും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർലി വെന്റിലേഷൻ കൊടുത്തുകൊണ്ടിരിക്കണം. If water is encountered in a pit, it should be suitably dewatered. വാട്ടർ എൻ്റർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ വാട്ടർ ടേബിളിന്റെ താഴേക്കൊക്കെ നമ്മൾ പിറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും, വെള്ളം വരും, അത് നീരുറവൊക്കെ എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ട് നമ്മൾ എടുത്തു കളയണം, വെള്ളം പമ്പ് ചെയ്ത് പുറത്തോട്ട് കളയണം. Trenches are long shallow pits and suitable than a pit for exploration on slopes. ഇനി ട്രഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്ലോപ്പിലൊക്കെയാണ് സാധാരണ ട്രഞ്ചസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോങ് ഷാലോ പിറ്റ്സ് എന്നാണ് പറയുന്നത്, നീളത്തിലുള്ള ചാലുകീറ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെയാണ് ട്രഞ്ചസ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതാണ് ഒരു എക്സ്കവേറ്റഡ് ടെസ്റ്റ് പിറ്റ്. സാധാരണ നമ്മൾ എടുക്കുന്ന ഒരു കുഴി, അതിനെയാണ് നമ്മൾ ഇതാണ് ഒരു എക്സ്കവേറ്റഡ് ടെസ്റ്റ് പിറ്റിന്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ബോട്ടത്തിലുള്ള സൈസ് ആണ് നമുക്ക് IS കോഡ് പ്രകാരം 1.2 മീറ്റർ ബൈ 1.2 മീറ്റർ എടുക്കുന്നത്. ഇതിന്റെ ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പൊ ഷാലോ ഡെപ്തിലാണെന്നുണ്ടെങ്കിൽ ലാറ്ററൽ സപ്പോർട്ട് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അല്ല ഡെപ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേസിങ്സും മറ്റേ ഷീറ്റിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ട് ലാറ്ററൽ സപ്പോർട്ട് കൊടുക്കണം. ഡെപ്ത് കൂടുന്തോറും വലിയ ഡെപ്തിലാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് വെന്റിലേറ്റ് ചെയ്യണം. വെള്ളം കടക്കുന്നുണ്ടെങ്കിൽ അത് ഡീവാട്ടർ ചെയ്യണം. അങ്ങനെയുള്ള ജനറൽ കാര്യങ്ങളാണ്. പിന്നെ ഇപ്പോ ട്രഞ്ചസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, ഷാലോ പിറ്റ്സ് ആണ്. സ്യൂട്ടബിൾ ദാൻ എ പിറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ഓൺ സ്ലോപ്സിലാണ് എടുക്കുന്നത്. നീളത്തിൽ ചാല് കയറുന്നതിനെയാണ് ട്രഞ്ചസ്. അപ്പൊ സ്ലോപ്പിൽ നമുക്ക് ഡീപ്പായിട്ട് കുഴിക്കുന്നേക്കാൾ എളുപ്പം എന്തായിരിക്കും, ലോങ് ആയിട്ട് ഡെപ്ത് കുറച്ചെടുക്കുക. അതാണ് ചാലുകീറ അല്ലെങ്കിൽ ട്രഞ്ചസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓപ്പൺ എക്സ്കവേഷനിലെ ഒന്നാമത്തേതായിട്ടുള്ള പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ് ആണ് നമ്മളിപ്പോ പറഞ്ഞിരുന്നത്. ഇനി ഒരെണ്ണം കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ്. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടൽ ടണൽ in hillside to determine the nature and structure of the geological formation. നമ്മൾ ഹിൽ സൈഡില് ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റ് എടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഹൊറിസോണ്ടൽ ടണൽസ് ഉണ്ടാക്കും. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ടണൽസിനെ കൺസ്ട്രക്ട് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന സോയിൽ സാമ്പിളിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കളക്ട് ചെയ്യുക. അപ്പൊ അത്തരം ഹൊറിസോണ്ടൽ ടണൽസിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഓക്കെ, അത്തരം ഹൊറിസോണ്ടൽ ടണൽസിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ്. ഇനി IS കോഡ് പ്രകാരം തന്നെ ഡ്രിഫ്റ്റിന് ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ മിനിമം ക്ലിയർ ഡയമെൻഷൻസ് ഓഫ് 1.5 മീറ്റർ വിഡ്ത്ത് ആൻഡ് 2 മീറ്റർ ഹൈറ്റ് ഇൻ ഹാർഡ് റോക്ക്. ഹാർഡ് റോക്കിലാണ് എന്നുണ്ടെങ്കിൽ 1.5 മീറ്റർ വിഡ്ത്തും 2 മീറ്റർ ഹൈറ്റും ഡ്രിഫ്റ്റിന് ഉണ്ടായിരിക്കണം. ഇനി സോഫ്റ്റ് റോക്ക് ആണെങ്കിൽ ആർച്ച് റൂഫാണ് സാധാരണ, ഫ്ലാറ്റ് റൂഫിനേക്കാളും ആർച്ച് റൂഫാണ് ഒന്നുകൂടെ നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇഫ് ഗ്രൗണ്ട് ഈസ് അൺസ്റ്റേബിൾ ടു സ്റ്റാൻഡ് ഓഫ് ഇറ്റ്സ് ഓൺ സപ്പോർട്ട് ഷുഡ് ബി ദർ. ഗ്രൗണ്ടില് അത് അൺസ്റ്റേബിൾ ആണ് എന്നുണ്ടെങ്കിൽ സപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം. ഡ്രിഫ്റ്റ്സ് ആർ യൂസ്ഫുൾ ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ മിനിമം എക്സ്കവേഷൻ ലിമിറ്റ്സ് ടു റീച്ച് സൗണ്ട് റോക്ക് ആൻഡ് ഫോർ ലൊക്കേറ്റിംഗ് ഫോൾട്സ് ആൻഡ് ഷിയർ സോൺസ്. ഇപ്പോ ചെറിയ എക്സ്കവേഷൻ ലിമിറ്റിൽ തന്നെ നമ്മുടെ ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിയോളജിക്കൽ ഫീച്ചേഴ്സ് ആണ്, മടക്കുകൾ എന്നാണ് പറയുക. അതും ഷിയർ സോണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇത് ഡ്രിഫ്റ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, യൂസ്ഡ് ഓൺലി വെൻ അതർ മെത്തേഡ്സ് ഡു നോട്ട് പ്രൊവൈഡ് ദി റിക്വയർഡ് ഇൻഫർമേഷൻ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡ്രിഫ്റ്റ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്, അതർ മെത്തേഡ്സ് ഒന്നും റിക്വയർഡ് ഇൻഫർമേഷൻ തരുന്നില്ല, അതൊന്നും സ്യൂട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ഡ്രിഫ്റ്റ്സ് സാധാരണ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു അല്ലെ. അപ്പോ ഇതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൊറിസോണ്ടൽ ടണൽസ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നതാണ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞ് വെർട്ടിക്കൽ ആയിട്ടാണ് കൊടുക്കുക. ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ഇത് രണ്ടുമാണ് വ്യത്യാസം. അപ്പൊ ഡ്രിഫ്റ്റിനെ നമ്മൾക്ക്
അഡിറ്റ്സ് എന്നും കൂടെ പറയാറുണ്ട്. ADITS അഡിറ്റ്സ് എന്നുകൂടെ ഡ്രിഫ്റ്റിനെ പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ടണൽസ് ആണ്. അതിന് 1.5 മീറ്റർ വിഡ്ത്തും 2 മീറ്റർ ഹൈറ്റും ഉണ്ടായിരിക്കും. സോഫ്റ്റ് റോക്ക് ആണെങ്കിൽ അതിന് ആർച്ച് റൂഫ് കൊടുക്കുന്നതാണ് നല്ലത്. എക്സ്പെൻസീവ് ആണ്. പിന്നെന്താണ്, വേറെ മെത്തേഡ്സ് ഒന്നും റിക്വയർഡ് ഇൻഫർമേഷൻ തരുന്നില്ല എങ്കിൽ മാത്രമാണ് നമ്മൾ ഡ്രിഫ്റ്റ് യൂസ് ചെയ്യാറുള്ളത്. ഡ്രിഫ്റ്റിന് നമുക്ക് അഡിറ്റ്സ് എന്നും കൂടെ പറയാം. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ ആണ് ഷാഫ്റ്റ്. ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് വെർട്ടിക്കൽ ഹോൾസ്. അതിനെയാണ് നമ്മൾ ഷാഫ്റ്റ്. നേരത്തെ ഫിഗറിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് റെക്ടാങ്കുലർ സെക്ഷനിലുണ്ട്, സർക്കുലർ സെക്ഷനിലും ഉണ്ട്. റെക്ടാങ്കുലർ ഷാഫ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ 2.4 മീറ്റർ ആണ് അതിന്റെ മിനിമം വിഡ്ത്ത്. ഇനി സർക്കുലർ ഷാഫ്റ്റ് ആണെങ്കിൽ അതിന്റെ ഡയമീറ്റർ മിനിമം എന്ന് പറയുന്നത് 2.4 ആണ്. ലാർജ് സൈസ് വെർട്ടിക്കൽ ഹോൾസിനെയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡീപ് ഷാഫ്റ്റ് ഷുഡ് ബി പ്രോപ്പർലി വെന്റിലേറ്റഡ്. ഒരുപാട് ഡെപ്തിലേക്ക് ഷാഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെന്റിലേറ്റ് ചെയ്യണം. ഷാഫ്റ്റ് ആർ യൂസ്ഡ് ടു റീച്ച് എ പെർട്ടിക്കുലർ സ്ട്രാറ്റ അറ്റ് എ ഡെപ്ത് ഓഫ് 4 മീറ്റർ ഓർ മോർ. അപ്പോൾ 4 മീറ്റർ അതിൽ കൂടുതൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഷാഫ്റ്റ് യൂസ് ചെയ്യാം. ഓൾസോ യൂസ്ഡ് ടു എക്സ്റ്റെൻഡ് എക്സ്പ്ലോറേഷൻ ബിലോ ദ റിവർ ബെഡ് ഓൾറെഡി ഡൺ ബൈ മീൻസ് ഓഫ് ടണൽസ്. റിവർ ബെഡിൽ ഓൾറെഡി എക്സ്പ്ലോറേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കൂടെ നമുക്ക് ഷാഫ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ഓൾറെഡി റിവർ ബെഡിനകത്തൊരു എക്സ്കവേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ നമുക്ക് ഷാഫ്റ്റ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഓപ്പൺ എക്സ്കവേഷനിലെ പിറ്റ്സ് ആൻഡ് ട്രഞ്ചസും നോക്കി, അതുപോലെ ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റും നോക്കി. ക്ലിയർ ആയോ? എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ സൈറ്റ് എക്സ്പ്ലോറേഷൻ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. സൈറ്റ് എക്സ്പ്ലോറേഷനിലെ ജനറൽ എക്സ്പ്ലോറേഷൻ ഉണ്ട്, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കി. പിന്നെ മെത്തേഡ്സ് ഓഫ് സൈറ്റ് എക്സ്പ്ലോറേഷനിലെ 4 മെത്തേഡ്സ്: ഓപ്പൺ എക്സ്കവേഷൻ, ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ്സ്, ജിയോഫിസിക്കൽ മെത്തേഡ്. അതിനകത്ത് ഓപ്പൺ എക്സ്കവേഷൻ 2 ഉണ്ട്, പിറ്റ്സ് ആൻഡ് ട്രഞ്ചസ്, അതുപോലെ ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കി വെച്ചത്. നെക്സ്റ്റ് മെത്തേഡ് എന്താണ്? നെക്സ്റ്റ് സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ് ഏതായിരുന്നു? രണ്ടാമത്തേത് ബോറിംഗ് മെത്തേഡ്സ് ആയിരുന്നു അല്ലെ. ബോറിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡ്രിൽ ചെയ്യുക, കുഴിക്കുക. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ ജനറൽ എക്സ്പ്ലോറേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഗർ ബോറിംഗ്, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ്, വാഷ് ബോറിംഗ് ആൻഡ് പെർക്യൂഷൻ ബോറിംഗ്, ലാസ്റ്റ് വൺ റോട്ടറി ബോറിംഗ്. അപ്പൊ ഇത്രയും 5 ബോറിംഗ്സ് ആണ് നമുക്കുള്ളത്. ഓഗർ ബോറിംഗ്, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ്, വാഷ് ബോറിംഗ്, പെർക്യൂഷൻ ബോറിംഗ് ആൻഡ് റോട്ടറി ബോറിംഗ്. അപ്പൊ ഇത് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മളിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ. ഇപ്പൊ നെക്സ്റ്റ് വൺ ഓഗർ ബോറിംഗ്. ഓഗർ ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫിഗർ കാണിക്കാം. ഇതാണ് ഓഗർ ബോറിംഗിന് യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്. ഓക്കെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാർപ്പന്റ് ആശാരിമാരുടെ കയ്യിൽ വുഡ് മരം തുളയ്ക്കാനായിട്ട് നിങ്ങളൊരു സാധനം കണ്ടിട്ടുണ്ട്, സ്ക്രൂ ടൈപ്പിലൊരു സാധനം. അതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഹോൾസ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ഈ ഓഗർ ബോറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനൊരു ഷാങ്ക് ഉണ്ടായിരിക്കും. ഇതാണ് ഷാങ്ക്. അതിനകത്തൊരു ക്രോസ് വൈസ് ഹാൻഡിൽ, ഷാങ്കും ഒരു ക്രോസ് വൈസ് ഹാൻഡിലും ഉണ്ടായിരിക്കും. ഇതിൽ നമുക്ക് ഇങ്ങനെ ടേൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ടേൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിങ്ങനെ ടേൺ ചെയ്യുന്നതിനനുസരിച്ച് ഇതിങ്ങനെ നമ്മളിങ്ങനെ മണ്ണിൽ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെക്കും. ഗ്രൗണ്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതിങ്ങനെ തിരിഞ്ഞ് ഗ്രൗണ്ടിനുള്ളിലേക്ക് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മാനുവലിയും അതുപോലെ മെക്കാനിക്കലിയും ഓപ്പറേറ്റ് ചെയ്യാം. അപ്പൊ മാനുവലി ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ അതിനെ ഹാൻഡ് ഓഗേഴ്സ് എന്നാണ് പറയാം. ഹാൻഡ് ഓഗേഴ്സ്. അപ്പൊ നമ്മളാണ് പവർ കൊടുക്കുന്നത് അല്ലെ, മനുഷ്യന്മാരാണ് പവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ഡെപ്തിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 6 മീറ്റർ ഡെപ്തിൽ നമുക്ക് ഹാൻഡ് ഓഗേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതിന് ഏകദേശം ഒരു 15 to 20 സെന്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരിക്കും. അതിൽ യൂസ്ഡ് ഫോർ ഡെപ്ത് അപ് ടു 6 meters, 6 മീറ്റർ ഡെപ്തിൽ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മളിത് ഹോൾ ഉണ്ടാക്കാനായിട്ട്, കുഴിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ക്രോസ് ആം ഇങ്ങനെ മാനുവലി നമ്മൾ ടേൺ ചെയ്യും. അറ്റ് ദ സെയിം ടൈം അപ്ലൈങ് ത്രസ്റ്റ് ഇൻ ദി ഡൗൺവേർഡ് ഡയറക്ഷൻ. എന്നിട്ട് ഇവിടെ ഈ ഷാങ്ക് പിടിച്ച് തിരിക്കുകയും ചെയ്യും.
ഒപ്പം നമ്മൾ അതിനൊരു ത്രസ്റ്റ്, ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു പ്രഷർ ത്രസ്റ്റ് കൊടുത്താലേ അത് താഴോട്ട് പോവുള്ളൂ അല്ലെ. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്തിട്ട് അവിടെ ഒരു പിച്ച് ഉണ്ടാക്കി തരും. ഒരു കുഴി വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഒരു കുഴി കുഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് സോയില് പൊടിഞ്ഞു പോകും അല്ലെ. ഹാർഡായിട്ട് ഇരിക്കുന്ന സോയിലായിരിക്കും നമ്മൾ കുഴി കുഴിക്കുമ്പോൾ അത് പൊടിയുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സോയിലിനെ നമുക്ക് എടുക്കാം. ആ സോയിലിൽ എടുത്തിട്ട് നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതല്ല കണ്ടുപിടിക്കാൻ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണോ ജനറൽ ആയിട്ട് നോക്കണോ? ജനറൽ എക്സ്പ്ലോറേഷനിലാണ് സാധാരണ ബോറിങ്സ് യൂസ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് അതിന്റെ വാട്ടർ കണ്ടന്റ് എത്രയാണ്, ഡെൻസിറ്റി എത്രയാണ്, അതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ലബോറട്ടറിയിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഓൾറെഡി ഒരു ഹോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഹോൾ ഓക്കറില്ലേ, ഇത് നമുക്ക് ഇതിനകത്ത് ഈ ഒരു സംഭവം ഇതാണ് പോസ്റ്റ് ഹോൾ ഓക്കർ, രണ്ടാമത്തെ ഫിഗർ. ഇത് യൂസ് ചെയ്തിട്ട് ഓൾറെഡി ഒരു ഹോൾ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഹോൾ ഓവർ യൂസ് ചെയ്തിട്ട് നമുക്ക് സാമ്പിൾ കളക്ട് ചെയ്യാന്നാണ് പറയുന്നത്. ഈ ഒരു പോർഷനിൽ സാമ്പിൾ കളക്ട് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് വെച്ച് നമുക്ക് സാമ്പിൾസ് കളക്ട് ചെയ്യാം. ഓക്കെ. ഇനി മെക്കാനിക്കൽ ഓഗേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പവർ എക്സ്ട്രാ കൊടുക്കുകയാണ് അല്ലെ. മാത്രമല്ല അത് ഗ്രാവലി സോയിൽസിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഗ്രാവൽ സോയിൽസിന്റെ ബോറിംഗ് ചെയ്യാന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നല്ലേ. അപ്പൊ അത്തരം കേസുകളിൽ നമ്മൾ മെക്കാനിക്കൽ ഓഗേഴ്സ് ആണ് യൂസ് ചെയ്യുക. ഗ്രേറ്റർ ഡെപ്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. എക്സ്ട്രാ പവർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് മെക്കാനിക്കൽ ഓഗേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. Samples recovered from the soil brought up by the augers are badly disturbed and are useful for identification purpose only. അപ്പോൾ ഓഗേഴ്സ് യൂസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഇത്തിരി ഉറച്ചിരുന്നിരുന്ന മണ്ണുകൾക്കെല്ലാം പൊടിഞ്ഞു പോകുന്ന സ്വഭാവമാണ് ഉണ്ടാവുക അല്ലെ. നമ്മളതിങ്ങനെ ഒരു ട്രസ്റ്റ് കൊടുത്ത് ആ ഓഗേഴ്സിനെ താഴ്ത്തുമ്പോൾ ആ മണ്ണ് പൊടിഞ്ഞു പോകാനുള്ള, അപ്പൊ അതായത് അത് ഡിസ്റ്റർബ്ഡ് ആവും, ഹൈലി ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഐഡന്റിഫിക്കേഷൻ പർപ്പസ് മാത്രമാണ് ഓഗർ ബോറിങ്ങിലൂടെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ അത് സാധാരണ യൂസ് ചെയ്യുന്ന ഹൈവേ എക്സ്പ്ലോറേഷൻ അറ്റ് ഷാലോ ഡെപ്ത് ആൻഡ് ഫോർ എക്സ്പ്ലോറിംഗ് ബോറോയിങ് പിറ്റ്സ്. അപ്പൊ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല ഹൈവേ എക്സ്പ്ലോറേഷൻ. അതുപോലെ ഷാലോ ഡെപ്തിലുള്ള ഹൈവേ എക്സ്പ്ലോറേഷനും അതുപോലെ ബോറോയിങ് പിറ്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഗർ ബോറിംഗ് സാധാരണ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതിനൊരു ഷാങ്ക് ഉണ്ട്, ക്രോസ് വൈസ് ഹാൻഡിൽ ഉണ്ട്, നമ്മൾ അത് പിടിച്ച് തിരിക്കും, ഒപ്പം ഡൗൺവേർഡ് ഡയറക്ഷനിൽ ഒരു ത്രസ്റ്റ് കൊടുക്കും. അപ്പൊ അതിങ്ങനെ കുഴിഞ്ഞു പോകും അല്ലെ. കൊഹസീവിലും സോഫ്റ്റ് സോയിലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഹാൻഡ് ഓഗേഴ്സ് ആണെങ്കിൽ 6 മീറ്റർ ഡെപ്തിലാണ് യൂസ് ചെയ്യുക. മറ്റേ ഒരുപാട് ഡെപ്തിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ ഓഗേഴ്സ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ ബാഡ്ലി ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക. ഈ കുഴിച്ച കുഴിയിൽ നിന്ന് കിട്ടുന്നത് ബാഡ്ലി ഡിസ്റ്റർബ്ഡ് സാമ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ഐഡന്റിഫിക്കേഷൻ പർപ്പസിനാണ് സാധാരണ യൂസ് ചെയ്യുക. ഓക്കെ. അതുപോലെ ഷാലോ ഡെപ്തിലുള്ള ഹൈവേ എക്സ്പ്ലോറേഷനും ബോറോയിങ് പിറ്റ്സ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓഗർ ബോറിംഗ് സാധാരണ ചെയ്യാറുള്ളത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് വൺ ആണ് ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ്. അതിന്റെ തന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. സിലിണ്ടറിക്കൽ ഓഗേഴ്സ് ആൻഡ് ഷെൽ വിത്ത് കട്ടിംഗ് എഡ്ജ് ഓൺ ടീത്ത് അറ്റ് ദ ലോവർ എൻഡ്. അപ്പൊ അതിന്റെ ലോവർ എൻഡിൽ ഒരു കട്ടിംഗ് എഡ്ജ് ഉണ്ടായിരിക്കും. ഹാൻഡ് ഓപ്പറേറ്റഡ് ആണെങ്കിൽ 25 മീറ്റർ ഡെപ്ത് വരെ നമുക്ക് യൂസ് ചെയ്യാം. ഇനി മെക്കാനിക്കലി ഓപ്പറേറ്റഡ് ആണെങ്കിൽ 50 മീറ്റർ ഡെപ്ത് വരെ യൂസ് ചെയ്യാം. സോഫ്റ്റ് ടു സ്റ്റിഫ് ക്ലേസിലും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഷെൽസ് ഫോർ വെരി സ്റ്റിഫ് ആൻഡ് ഹാർഡ് ക്ലേസ്. അപ്പൊ ഷെൽ ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ് ആണല്ലോ. അപ്പൊ ഷെൽ എന്ന് പറയുന്നത് വെരി സ്റ്റിഫ് ആൻഡ് ഹാർഡ് ക്ലേസിലാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഷെൽ അല്ലെങ്കിൽ സാൻഡ് പമ്പ് എന്ന് പറഞ്ഞ ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്, അത് സാൻഡി സോയിൽസിലാണ്. സ്മോൾ ബോൾഡേഴ്സ്, തിൻ സോഫ്റ്റ് സ്ട്രാറ്റ ഓർ റോക്ക് ഓർ സിമെന്റഡ് ഗ്രാവൽ ക്യാൻ ബി ബ്രോക്കൺ ബൈ ചിസൽ ബിറ്റ്സ് അറ്റാച്ച്ഡ് ടു ഡ്രിൽ റോഡ്സ്. ഇതിന്റെ ഫിഗർ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല, അത് കാരണം ടെക്സ്റ്റ് ബുക്കിലില്ല. ഞാൻ കുറെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫിഗർ എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയില്ല. ഒരു നമുക്ക് ക്രോസ് സെക്ഷൻ കിട്ടിയാലല്ലേ ഡീറ്റെയിൽസ് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഒരു ഫിഗർ കിട്ടിയില്ല. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇതിന്റെ ലെക്ചർ നോട്ടിൽ തരാട്ടോ. അപ്പോ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. മാത്രമല്ല ഹോള് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കേസിംഗ് അത്യാവശ്യമാണ്, കേസിങ്ങും ആവശ്യമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്തിട്ട് ഫിഗർ കിട്ടിയിട്ട് ഞാൻ ലെക്ചർ നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പൊ നമ്മുടെ ഓഗർ ബോറിംഗ് കഴിഞ്ഞു, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് 3 എണ്ണമാണ് ഉള്ളത്. ഏതൊക്കെയാണ്? വാഷ് ബോറിംഗ് ഉണ്ട്, പെർക്യൂഷൻ ബോറിംഗ് ഉണ്ട്, അതുപോലെ റോട്ടറി ബോറിംഗ് ഉണ്ട്. അപ്പൊ വാഷ് ബോറിംഗിനകത്ത് എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ഫാസ്റ്റ് ആൻഡ് സിമ്പിൾ മെത്തേഡ്, ഏത് ടൈപ്പ് സോയിലും പെട്ടെന്നും അതുപോലെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് വാഷ് ബോറിംഗ്. ഒരു 30 to 45 മീറ്റേഴ്സ് ഡെപ്തിൽ നമ്മൾ വാഷ് ബോറിംഗ് ആണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷെ ബോൾഡേഴ്സ് അതുപോലെ റോക്ക് അതൊന്നും നമുക്ക് ഈ മെത്തേഡ് വെച്ച് ചെയ്യാൻ പറ്റില്ല. വാഷ് ബോറിംഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് വെള്ളം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ വെള്ളം വെച്ചാണ് നമ്മളവിടെ കുഴിക്കുന്നത്. സോ ബോൾഡേഴ്സും റോക്കും ഒന്നും ഈ മെത്തേഡ് വെച്ച് നമുക്ക് പെനട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഒരു 2 to 3 മീറ്റർ ലോങ് ഉള്ള ഒരു കേസിംഗ്, എന്തിന്റെ, സ്റ്റീലിന്റെ ഒക്കെ ഷീറ്റ് നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യണം. ഡ്രൈവ് ചെയ്ത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ മണ്ണിനകത്തേക്ക് ഡ്രൈവ് ചെയ്യണം. എന്നിട്ട് ആ കേസിങ്ങിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ ഡ്രിൽ ചെയ്യാനുള്ള റോഡ്. അതിന്റെ അറ്റത്ത് ഒരു ഷാർപ്പ് ചിസൽ ഉണ്ടായിരിക്കും. ഷാർപ്പായിട്ടുള്ള ചിസൽ അല്ലെങ്കിൽ ചോപ്പിംഗ് ബിറ്റ് എന്നാണ് അതിനെ പറയാ. ഷാർപ്പ് ചിസൽ അല്ലെങ്കിൽ ചോപ്പിംഗ് ബിറ്റ് ആ ഡ്രില്ലിംഗ് റോഡിന്റെ എൻഡിലായിട്ടുണ്ടാവും. അപ്പൊ ആദ്യം നമ്മളൊരു കേസിങ് ഇറക്കിയിട്ടുണ്ടാവും. ആ കേസിനകത്തേക്കാണ് ഡ്രില്ലിംഗ് റോഡ് ഇൻസേർട്ട് ചെയ്യുന്നത്. ആ ഡ്രില്ലിംഗ് റോഡിന്റെ ഏറ്റവും താഴെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാർപ്പായിട്ടുള്ള ചിസൽ അല്ലെങ്കിൽ ചോപ്പിംഗ് ബിറ്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ഡ്രിൽ റോഡിലൂടെ നമ്മൾ വാട്ടർ അണ്ടർ പ്രഷർ ഇൻസേർട്ട് ചെയ്യും. നല്ല പ്രഷറിൽ വെള്ളത്തിനെ കടത്തിവിടും. അതുകൊണ്ട് നമുക്ക് ആ ഡ്രിൽ റോഡിനെ വാഷ് പൈപ്പ് എന്നും കൂടെ പറയാം. ഇനി വാട്ടർ എന്ത് ചെയ്യും, നല്ല പ്രഷറിൽ, നല്ല ഹൈ പ്രഷറിൽ എൻ്റർ ചെയ്തിട്ട് ഒരു ജെറ്റ് പോലെ ആക്ട് ചെയ്യും. ജെറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് ആ ചോപ്പിംഗ് ബിറ്റ്, ആ ഡ്രിൽ റോഡിന്റെ ലോവർ എൻഡിൽ ഒരു ചോപ്പിംഗ് ബിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ചിസൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതിനെ ഓപ്പൺ ചെയ്യും. ആ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക, താഴേക്ക് മണ്ണാണല്ലേ. അപ്പൊ ആ ജെറ്റ് എന്ന് പറയുന്നത് മണ്ണിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി പോകും. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെയുള്ള സോയിൽ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്ലറി രൂപത്തിലായിരിക്കും. മണ്ണും വെള്ളവും പല ടൈപ്പിലുള്ള മണ്ണും വെള്ളമൊക്കെ ചേർന്ന് സ്ലറി രൂപത്തിലായിട്ട് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ മുകളിൽ നിന്ന് പ്രഷർ യൂസ് ചെയ്തുകൊണ്ടാണ് താഴോട്ട് വെള്ളത്തിനെ കടത്തി വിടുന്നത്. അപ്പൊ അതിനൊരു ജെറ്റിംഗ് ആക്ഷൻ ഉണ്ട്. ആ ജെറ്റിംഗ് ആക്ഷൻ വഴിയാണ് അവിടുത്തെ സോയില് പൾവറൈസ് ചെയ്യുന്നത്. അപ്പൊ മുകളിൽ നിന്ന് താഴോട്ട് നമ്മൾ കൊടുക്കുന്ന പ്രഷർ കാരണം എന്ത് സംഭവിക്കും, ഈ പൾവറൈസ് ചെയ്ത സോയിൽ അല്ലെങ്കിൽ ആ സ്ലറി എന്ന് പറയുന്നത് മുകളിലേക്ക് തന്നെ റൈസ് ചെയ്യും അല്ലെ. താഴോട്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ഈ സ്ലറി മുകളിലേക്ക് റൈസ് ചെയ്യും. അപ്പൊ ഇതാണ് ഒരു വാഷ് ബോറിംഗിന്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് പലതരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഉണ്ട്. വിഞ്ച്, ആ അറേഞ്ച്മെന്റ്സിന് പറയുന്ന പേരാണ്, ആ ഒരു മെക്കാനിസം, അത് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു മെക്കാനിസം, അതിനെയാണ് വിഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ട്, സ്വിവൽ ജോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മളൊരു കേസിങ് ആദ്യം പ്രൊവൈഡ് ചെയ്യും. ആ കേസിങ്ങിന്റെ ഉള്ളിലൂടെ ഡ്രിൽ റോഡ് ഇറക്കുന്നുണ്ട്. ആ ഡ്രിൽ റോഡിന്റെ എൻഡിലാണ് ചോപ്പിംഗ് ബിറ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതിനകത്തൂടെ നമ്മൾ ഹൈ പ്രഷറിൽ വാട്ടറിനെ എൻ്റർ ചെയ്യും. അപ്പൊ ഈ ഹൈ പ്രഷറിൽ എൻ്റർ ചെയ്യുന്ന കാരണം ഇതിന് ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗ് തുറന്നു വരും. അപ്പൊ ഇതിങ്ങനെ താഴോട്ട് പോകുന്തോറും അവിടെയുള്ള മണ്ണിനെ പൾവറൈസ് ചെയ്യും. എന്നിട്ട് ഇതിന്റെ ചുറ്റും ഇപ്പൊ ആരോ മാർക്ക് കണ്ടാൽ അറിയാം. എന്നിട്ട് ആ ഇടയ്ക്കുള്ള സ്പേസിലൂടെ ഇത് പുറത്തോട്ട് വരും. അത് നമ്മളൊരു ടാങ്ക് കളക്ട് ചെയ്തിട്ടുണ്ട്. ആ ടാങ്കിനകത്തേക്ക് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിൽ വാഷ് ബോറിങ്ങിൽ കുഴിച്ച് സാമ്പിൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്കി എന്താ നോക്കാം. റിട്ടേൺ വാട്ടർ, അപ്പൊ നമ്മൾ പുറത്തോട്ട് വരുന്ന വാട്ടർ ഒരു ടി ഷേപ്ഡ് പൈപ്പിലൂടെ പുറത്തോട്ട് വരും. എന്നിട്ട് അതൊരു ടബിൽ കളക്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നു. പിന്നെ ഇതെന്ത് ചെയ്യും, ഇതിങ്ങനെ റൈസ് ചെയ്തും താഴ്ത്തി നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റിക്വയർഡ് ഡെപ്ത് വരെ കൊണ്ടുപോകും. ഓക്കെ, പിന്നെ ദ ചേഞ്ച് ഓഫ് സോയിൽ സ്ട്രാറ്റിഫിക്കേഷൻ കുഡ് ബി ഗസ്ഡ് ഫ്രം ദി റേറ്റ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ദ കളർ ഓഫ് ദ വാഷ് വാട്ടർ. അപ്പൊ സ്ട്രാറ്റം മാറുന്നത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കും. നമ്മുടെ വാഷ് വാട്ടറിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. ഓരോ സ്ട്രാറ്റയിലേക്ക് എത്തുമ്പോൾ അവിടെയുള്ള സോയിലും വെള്ളം കൂടെ ചേർന്നാണ് മുകളിലേക്ക് വരുന്നില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ കളർ മാറുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. വാഷ് വാട്ടറിന്റെ കളർ മാറുന്നതായി കാണാൻ പറ്റും. അപ്പൊ അത് വെച്ച് നമുക്ക് ഓരോ സ്ട്രാറ്റ ചേഞ്ച് ചെയ്യുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഇതിന്റെ മണ്ണ് എന്ന് പറയുന്നത് എല്ലാ പ്രോപ്പർട്ടീസും മാറിയിട്ടുള്ള വെള്ളമായിട്ട് കൂടിച്ചേർന്നിട്ടുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ജിയോ ടെക്നിക്കൽ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് ഇതിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ ഒരു വാഷ് ബോറിംഗ് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഹോള് അഡ്വാൻസ് ചെയ്യുക, വലുതാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ,
അപ്പൊ ഇത് വേറൊരു ഡയഗ്രം ആണ്, വാഷ് ബോറിങ്ങിന്റെ വേറൊരു ഡയഗ്രം ആണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഈ ഫിഗർ. കണ്ടോ, ആദ്യം നമ്മളൊരു കേസിങ് ഇറക്കും. ആ കേസിങ്ങിന്റെ മുകളിലൂടെ നമ്മൾ ഡ്രിൽ റോഡ് ഇറക്കും. അതിന്റെ അറ്റത്താണ് ഡ്രില്ലിംഗ് ബിറ്റ് ഉള്ളത്, അല്ലെങ്കിൽ ചിസൽ, ഷാർപ്പായിട്ടുള്ള ചിസൽ എൻഡ് ഉള്ളത്. എന്നിട്ട് അതിനുള്ളിലൂടെ വെള്ളം നമ്മൾ കടത്തി വിടുകയാണ്. ആ വെള്ളത്തിന്റെ പ്രഷർ കാരണം ഈ ജെറ്റ് ഇവിടെ ഈ ഡ്രില്ലിംഗ് ബിറ്റിന്റെ ലോവർ എൻഡിൽ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. അതിനകത്തൂടെ ജെറ്റ് ആക്ഷനിലൂടെ വെള്ളം പുറത്തോട്ട് വരും. അപ്പൊ അവിടെയുള്ള സോയിൽ എന്ത് ചെയ്യും, ഇങ്ങനെ വെള്ളമായി കൂടിച്ചേർന്ന് പൾവറൈസ് ചെയ്ത് മുകളിലേക്ക് തിരിച്ചു വരും. അതിനെ നമ്മളിവിടെ ഒരു ബക്കറ്റ് അല്ലെങ്കിൽ ഒരു ടബ് വെച്ചിട്ടുണ്ടാവും, അതിൽ കളക്ട് ചെയ്യും. ഓക്കെ, അതിന്റെ കളർ മാറുന്നതിനനുസരിച്ച് ഓരോ സ്ട്രാറ്റം മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ അത് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വാല്യൂ, നല്ല കറക്റ്റ് ആയിട്ടുള്ള വാല്യൂസ് ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല, കാരണം ഹൈലി ഡിസ്റ്റർബ്ഡ് ആണ് അല്ലേ. അപ്പൊ ഈ രീതിയിലാണ് വാഷ് ബോറിംഗ് ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ആണ് പെർക്യൂഷൻ ബോറിംഗ്. പെർക്യൂഷൻ ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Soil, rock and other hard strata are broken by repeated blows of heavy chisel or bead suspended by cable or drill rod. ഒരു കേബിൾ ഉണ്ടായിരിക്കും, അതിനകത്തൊരു ഹെവി ആയിട്ടുള്ള ഒരു ചിസൽ. ഈ ചിസലിനെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് നമ്മൾ സോയിൽ, റോക്ക്, അതുപോലെ ഹാർഡ് ആയിട്ടുള്ള സ്ട്രാറ്റ് ഒക്കെയാണ് നിങ്ങൾ അതിനെ ബ്രോക്കൺ ചെയ്ത് അവിടെ ഒരു കുഴി കുഴിച്ചെടുക്കുന്നത്. ഇനി water is added to the hole during boring and slurry of pulverized material is built out at intervals. പിന്നെ വാട്ടർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കാം, ഈ വാട്ടറും ഇവിടെ ബ്രോക്കൺ ചെയ്ത് വരുന്ന സോയിൽ പാർട്ടിക്കിൾസും കൂടെ മിക്സ് ചെയ്തിട്ട് സ്ലറി ഉണ്ടായിരിക്കും. ആ സ്ലറീനെ നമ്മൾ പുറത്തോട്ട് ഓരോ ഇന്റർവെല്ലില്, ഒരു പെർട്ടിക്കുലർ ഇന്റർവെല്ലിന് നമ്മൾ അതിനെ പുറത്തോട്ട് എടുക്കും. ഇതും എന്തിനാന്ന് വെച്ചാൽ ഏത് ടൈപ്പിലുള്ള സോയിലിലും ഹോൾസ് അഡ്വാൻസ് ചെയ്യാം, ഹോളുകൾ വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് പെർക്യൂഷൻ ബോറിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു കേസിംഗ് പ്രൊവൈഡ് ചെയ്യാം. ആ കേസിംഗിന്റെ ഉള്ളിലൂടെയാണ് നമ്മൾ എന്തിറക്കേണ്ടത്, നമ്മുടെ ഈ ഹെവി വെയിറ്റ് ഉള്ള ഈ ചിസൽ, പെർക്യൂഷൻ ഡിവൈസ് എന്നാണ് ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്, അത് നമ്മൾ ഇറക്കുന്നത്. എന്നിട്ട് കേസിംഗ് എന്ന് പറഞ്ഞാൽ 2 to 3 മീറ്റർ ലെങ്ത്തിൽ മതി. അതിനുള്ളിലൂടെ നമ്മൾ ഹെവി ചിസലിന് ഇറക്കും. എന്നിട്ട് ബ്ലോസ് കൊടുക്കും അല്ലെ. ബ്ലോസ് കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ താന്ന് പോകും. ഓക്കെ, ആ രീതിയിലാണ് പെർക്യൂഷൻ ബോറിംഗ് ചെയ്യുന്നത്. ഇത് നമുക്ക് ട്യൂബ് വെൽസ് ഡ്രിൽ ചെയ്യാൻ, ട്യൂബ് വെല്ലില്ലേ കുഴൽക്കിണർ, അതൊക്കെ ഡ്രിൽ ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് ടൈപ്പ് സോയിലും യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്റ്റർബ്ഡ് സോയിൽസ് ആണ്, സാമ്പിൾ ആണ് നമുക്ക് ഇതിനകത്ത് കിട്ടുക. കാരണം ചിസൽ വെച്ച് ബ്ലോ ചെയ്യുകയാണല്ലേ, അപ്പൊ അവിടെയുള്ള സോയിൽ പാർട്ടിക്കിൾസ് പൊട്ടിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അത്തരം പാർട്ടിക്കിൾസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ്. അതുപോലെ മൈനർ ആയിട്ടുള്ള സോയിൽ പ്രോപ്പർട്ടീസ് ചേഞ്ചസ് ഒന്നും, സോയിൽ പ്രോപ്പർട്ടീസിലുള്ള മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഈ മെത്തേഡ് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത്രയാണ് പെർക്യൂഷൻ ബോറിംഗ്. കേസിംഗ് ഉണ്ടായിരിക്കും, ആ കേസിങ്ങിലൂടെ നമ്മൾ ഹെവി ചിസലിനെ ഇറക്കും. എന്നിട്ട് അതിനെ റിപ്പീറ്റ് ചെയ്ത് ബ്ലോസ് കൊടുക്കും. നമ്മൾ അതിന് ലിഫ്റ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യുക, ഹെവി ആയിട്ടുള്ള ബ്ലോക്ക്, ഒരു ഇമ്പാക്ട് ലോഡാണ് അവിടെ കിട്ടുന്നത് അല്ലെ. ആ രീതിയിലാണ് നമ്മൾ കുഴിച്ചു പോവുക പെർക്യൂഷൻ ബോറിംഗില്. ഓക്കെ, നെക്സ്റ്റ് അത് പെർക്യൂഷൻ ബോറിംഗിന്റെ വേറൊരു ഫിഗർ ആണ്. അതിന്റെ അറേഞ്ച്മെന്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, ഹാമർ ബിറ്റ്, വലിയ ചിസൽ ആണ്, അതിങ്ങനെ കേസിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഓരോ സോയിലിന്റെ ലെയേഴ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സോഫ്റ്റ് സോയിൽ, സാൻഡ് സ്റ്റോൺ, കോൾ എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ലാസ്റ്റ് ഒരു ബോറിംഗ് കൂടി ഉണ്ട്, റോട്ടറി ബോറിംഗ്. അപ്പൊ റോട്ടറി ബോറിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. റോട്ടറി ബോറിംഗ് എന്ന് പറയുന്നത് ഫാസ്റ്റ് മെത്തേഡ് ആണ്. 50 to 200 mm ഡയമീറ്ററിലുള്ള ഹോൾസ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഗ്രാവൽ സൈസിലുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഗ്രാവൽസിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സാൻഡ്, ക്ലേ അങ്ങനത്തെ കണ്ടീഷനിലാണ് റോട്ടറി ബോറിംഗ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഡ്രിൽ ബിറ്റ് ഉണ്ടായിരിക്കും. ഏറ്റവും താഴെയായിട്ട് ഈ ഡ്രിൽ റോഡിന്റെ താഴെയായിട്ട് ഒരു ഡ്രിൽ ബിറ്റ് ഉണ്ടായിരിക്കും. ഈ ഡ്രിൽ ബിറ്റിന് നമ്മൾ റോട്ടറി ഡ്രില്ലിംഗ് ആണല്ലേ, ഒരു
റൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ താഴോട്ട് ഇറക്കുന്നുണ്ടാവുക. ഒരു റൊട്ടേഷൻ കൊടുത്തിട്ടാണ് ആ ഡ്രിൽ ബിറ്റിനെ നമ്മൾ ഡ്രിൽ ചെയ്ത് താഴോട്ട് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ സോയിൽ പാർട്ടിക്കിൾസ് എല്ലാം ഇപ്പൊ ഹാർഡ് ആയിട്ടുള്ള റോക്ക് ഒക്കെയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഷിയർ ഓഫ് ചെയ്ത് പോകും അല്ലെ, പൊട്ടി 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 പോകുന്നുണ്ടായിരിക്കും. പിന്നെ ഒരു ഡ്രില്ലിംഗ് ഫ്ലൂയിഡ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക, ആ പൊട്ടി വരുന്ന സോയിൽ പാർട്ടിക്കിൾസും അല്ലെങ്കിൽ റോക്കിന്റെ പാർട്ടിക്കിൾസും ഈ ഡ്രില്ലിംഗ് ഫ്ലൂയിഡും കൂടെ ചേർന്ന് ഒരു സ്ലറി അല്ലെങ്കിൽ മഡ് രൂപത്തിലായിരിക്കും. അതിന് നമ്മൾ മുകളിലേക്ക് ഈ ഡ്രിൽ ചെയ്ത് പോകുന്നതിനനുസരിച്ച് ഈ കേസിങ്ങിന്റെ ഉള്ളിലൂടെ അത് ഡ്രിൽ ചെയ്ത് മുകളിലേക്ക് തന്നെ വരും. അപ്പൊ ഇത് എങ്ങനെ എല്ലാറ്റിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലെ കേൾക്കുമ്പോ. ഇപ്പോ അത് വാഷ് ബോറിംഗ് ആണെങ്കിൽ നമ്മൾ വെള്ളത്തിന്റെ സഹായത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ ഡ്രിൽ ബിറ്റ് നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട്. പെർക്യൂഷൻ ഡ്രില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇമ്പാക്ട് ലോഡാണ് കൊടുക്കുന്നത്, ഹാമർ ബ്ലോസ് പോലെയുള്ള ലോഡാണ് കൊടുക്കുന്നത്. അപ്പൊ അത്തരം ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഈ ഡ്രിൽ ബിറ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇറക്കുന്നതിനനുസരിച്ച് ഷിയർ ഓഫ് ചെയ്ത് പോകുന്ന ഈ പാർട്ടിക്കിൾസും പിന്നെ അതിന്റെ അകത്തേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രില്ലിംഗ് ഫ്ലൂയിഡും കൂടെ ചേർന്ന് സ്ലറി രൂപത്തിലായിട്ട് ഇത് മുകളിലേക്ക് വരും. അതിന് നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, ആ സാമ്പിളിനെ കളക്ട് ചെയ്യും. എന്നിട്ട് എന്തൊക്കെ ടെസ്റ്റ് ആണ് നമുക്ക് ലാബിൽ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യാനുള്ളത് വെച്ചാൽ കളക്ട് ചെയ്യും. അപ്പൊ ആ രീതിയിലാണ് റോട്ടറി ബോറിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതെന്ന് വെച്ചാൽ സൈറ്റ് എക്സ്പ്ലോറേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ എക്സ്പ്ലോറേഷൻ ഉണ്ട്, ഡീറ്റെയിൽഡ് എക്സ്പ്ലോറേഷൻ ഉണ്ട്. പിന്നെ സൈറ്റ് എക്സ്പ്ലോറേഷൻ മെത്തേഡ്സ് നോക്കി, ഓപ്പൺ എക്സ്കവേഷൻ, ബോറിംഗ്, സബ്സർഫസ് സൗണ്ടിങ്, ജിയോഫിസിക്കൽ മെത്തേഡ്. അതിൽ ഓപ്പൺ എക്സ്കവേഷനും ബോറിംഗ് ആണ് ഇത് നോക്കിയത്. ഓപ്പൺ എക്സ്കവേഷനകത്ത് ട്രഞ്ചസ് ആൻഡ് പിറ്റ്സ് ഉണ്ട്, ഡ്രിഫ്റ്റ് ആൻഡ് ഷാഫ്റ്റ് ഉണ്ട്. അതുപോലെ ബോറിംഗ് മെത്തേഡ്സ് 6 നോക്കി, ഓഗർ ബോറിംഗ്, ഓഗർ ആൻഡ് ഷെൽ ബോറിംഗ്, വാഷ് ബോറിംഗ്, പെർക്യൂഷൻ ബോറിംഗ് ആൻഡ് റോട്ടറി ബോറിംഗ്. ഓക്കെ, ഇത്രയാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നോട്ടൊക്കെ എഴുതി പഠിച്ചിട്ട് വരാം. ഓക്കെ, അപ്പൊ താങ്ക് യു. ഞാൻ വൈൻഡപ്പ് ചെയ്യണേ.